നമ്മൾ മനസ്സിലാക്കണം എന്താണ് ടെക്നോളജി എന്ന്. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ഡെവലപ്പ് ആവണം. നമ്മൾ ഏതൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിരൽ തുമ്പിലാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അല്ലേ? ടക്ക് ടക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പരിപാടികൾ കേൾക്കുന്നത്. നിങ്ങൾക്ക് ഒരു വീഡിയോ കിട്ടേണ്ട താമസം നിങ്ങൾ ആ വീഡിയോ 10 പേരിലേക്ക് ഷെയർ ചെയ്യണം. ഈ 10 പേര് നിങ്ങൾ നോക്കി നോക്കിയാൽ, ഒരാൾ GCC-യിലാണ്, ഒരാൾ UK-യിലാണ്, ഒരാൾ യൂറോപ്പിലാണ്, സോറി, ഒരാൾ അമേരിക്കയിലാണ്, ഒരാൾ കാനഡയിലാണ്, ഒരാൾ ഓസ്ട്രേലിയയിലാണ്, ഒരു സിംഗപ്പൂർ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിലുള്ള എല്ലാ ഭൂലോകത്തിൽ മൊത്തത്തിലേക്ക് നിങ്ങൾ അയച്ചു, അതും വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ. അതാണ് ടെക്നോളജി, അല്ലേ? ടെക്നോളജി എന്ന് പറയുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ പടർന്ന് പന്തലിക്കുകയാണ്. ഇപ്പൊ നിങ്ങളിപ്പോ പണ്ടൊക്കെ നമ്മൾ ഒരു നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ ബസ് എടുത്തിട്ടോ അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ടോ പോകണം. ഇന്ന് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരു പ്ലാൻ പ്രസന്റ് ചെയ്യാനോ, ഒരു പ്ലാൻ ചെയ്യാനോ, ഒരു പ്ലാൻ അയക്കാനോ ഒന്നിനും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടാണ് പോകുന്നത്. അത് ടെക്നോളജിന്റെ ഭാഗമാണ്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഈ മേഖലയിൽ ഇപ്പൊ ഞാൻ സൂമിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ സൂമിൽ നിങ്ങൾ എവിടേക്കുള്ള ആളുകളാണ്? എവിടേക്കുള്ള ആളാണ്? ഞാൻ എറണാകുളത്ത് നിന്ന് സംസാരിക്കുന്നത്. കുമാർ സാനു സാർ ബാംഗ്ലൂരിലാണ്. അതേപോലെ നമുക്ക് ദുബൈയിൽ നിന്നുണ്ട്, പിന്നെ സൗദിയിൽ നിന്നുണ്ട്, എല്ലാ ആളുകളും ബഹ്റൈനിൽ നിന്നുണ്ട്, ബൈജു സാറൊക്കെ ഉണ്ട്, ജിനു സാർ അതാ വടകരയിൽ നിന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ടെക്നോളജിയിലാണ്. ഇപ്പം ഈ സൂം എന്ന പ്ലാറ്റ്ഫോം വന്ന് ആഫ്റ്റർ കോവിഡ് ആണ്, കോവിഡിന് ശേഷമല്ലേ, അല്ലേ? അപ്പൊ നമ്മുടെ കൈവെള്ളയിലാണ് എല്ലാ ഈ ഭൂലോകം മൊത്തം നമ്മുടെ കൈവെള്ളന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വിജയിക്കാനുള്ള അവസരവും നമ്മുടെ കൈവെള്ളയിലുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കണം, നമ്മൾ കയ്യിൽ നോക്കിയിരുന്നൊരു കാര്യമില്ല. ആ കയ്യിന്റെ ഉള്ളിന്റെ ആ ഫോണിലേക്ക് നോക്കിയിട്ട് ഇതിന്റെ പ്ലാനുകളും ഇതിന്റെ വ്യക്തമായിട്ട് ഇതിനെങ്ങനെ ചെയ്യണം, എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ നമ്മുടെ അംബീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കണം. നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കണം. നിങ്ങൾ എല്ലാവരും വിജയിച്ച ആളുകളാണ്. നിങ്ങൾ ആരും പരാജിതരല്ല, ഒരാൾ പോലും പരാജിതരല്ല. ഇപ്പൊ നമ്മുടെ മൈസൂർ പ്രോഗ്രാമിൽ ഷാജാൻ സാർ പറഞ്ഞിട്ടില്ലേ? ഷാജാൻ സാർ എന്താ പറഞ്ഞത്? നിങ്ങൾ ആ വാക്കുകളൊന്നും ഉദ്ദേശിച്ച് നോക്കിയ, 4 ട്രില്യൺ പിന്നെ എന്താ പറയാ, ആളുകൾ ജനിക്കേണ്ടടുത്താണ് നിങ്ങൾ ജനിച്ചു വന്നിട്ടുള്ളതെന്നാ പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ പവർ. ആ 4 ട്രില്യൺ ജനങ്ങൾ എന്ന് പറയുമ്പോല്ലേ, അതൊക്കെ ഒരു 4 ട്രില്യൺ എന്ന് ആലോചിക്കുക. അതിൽ നിന്നാണ് നിങ്ങൾ ജനിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചവരാണെന്നാണ് ഷാജാൻ സാർ പറഞ്ഞിട്ട്. അത് കറക്റ്റാണ്. നമ്മൾ ആ വിജയിച്ചവരാണ്, നമ്മൾ പരാജിതരല്ല. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ പരാജിതരായിട്ട് കാണാൻ പാടില്ല. നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ വരും, ചിലപ്പോൾ ഒന്നിൽ നമ്മൾ ഫ്ലോപ്പ് ആവും. ടെൻഷൻ അടിക്കരുത്. നമുക്ക് കഴിയില്ല എന്നുള്ള തോട്ടേ നമ്മുടെ കഴിയില്ലേ, കഴിയും. നമ്മൾ വിജയിക്കും. നമുക്ക് നമ്മുടെ പടച്ചവനെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതേപോലെ നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ വിജയിക്കും. നമ്മൾ പ്രയത്നിച്ചാൽ നമ്മൾ വിജയിക്കും. അതിന് പ്രൊജക്റ്റ് എന്താണെന്ന് പഠിക്കണം. നമുക്ക് നല്ല പ്രൊജക്റ്റുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഈ അവസരങ്ങൾ എന്ന് പറയുന്നത് കണ്ടെത്തുന്നതാണ്. അവസരങ്ങൾ കണ്ടെത്തുന്നതാണ്, അല്ലേ? നമ്മളൊരു ജോബ് ആവട്ടെ, ഏതൊരു ട്രഡീഷണൽ ബിസിനസ് ആവട്ടെ, നമ്മൾ കണ്ടെത്തുകയാണ്. ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത്, ഞാൻ അതിൽ പോയി, ഞാൻ അത് ആ സ്ഥലത്ത് കണ്ടെത്തി, പിന്നെ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഒരു ജോബ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ അവസരത്തെ കണ്ടെത്തിയ വ്യക്തിയാണ്. പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഈ അവസരം നിങ്ങളിലേക്ക് എത്തിയതായിരിക്കാം. ഇപ്പം റംല മാഡത്തിന് പിന്നെ അവരുടെ സ്പോൺസർ വഴി എത്തിയതായിരിക്കാം. എനിക്ക് എൻ്റെ സ്പോൺസർ എൻ്റെ ചങ്കുവായ ഗഫൂർ വഴി എത്തിയതാണ്. അത് ഭാഗ്യമോ നിർഭാഗ്യവശാലോ ആയിരിക്കാം. ഞാൻ ഭാഗ്യം എന്നാ കരുതുന്നത്, നിർഭാഗ്യം എന്ന് ഞാൻ പറയുന്നില്ല, ഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ കിട്ടുന്ന അവസരത്തെ നമ്മൾ എന്തിനാ വാല്യൂ കൊടുക്കണം. ആ അവസരം നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ആ അവസരം എന്താണെന്ന് മനസ്സിലാക്കണം, പഠിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. അതാണ് നോക്കേണ്ടത്. അപ്പൊ ഇത് ഇത്രത്തോളം പ്ലാനുകളും കാര്യങ്ങളും ഇതിലുണ്ട്. നമുക്ക് അതേപോലെ തന്നെ നമുക്ക് റാങ്കുകളും ഇതിൽ നമുക്ക് അപ്പെക്സ് ടോക്കൺ തരുന്നുണ്ട്. നമുക്ക് മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. നമുക്ക് കിട്ടിയ അവസരത്തെ മനസ്സിലാക്കണം, അവസരത്തെ പഠിക്കണം. ആ അവസരത്തിലൂടെ നമ്മുടെ വിജയം ഉറപ്പാക്കണം. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനിയും നമുക്ക് അവസരങ്ങളുണ്ട്. ചെറിയൊരു പ്ലാൻ പ്രസന്റേഷനാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. നമുക്ക് ഇനിയും ദിവസങ്ങളിലേക്ക് കടക്കാം. നമുക്ക് കൂടുതൽ സമയം പോകുന്നില്ല. ഇനി ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടുണ്ട്, ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പിന്നെ നമ്മുടെ മൈക്ക് നമ്മുടെ റംല മാഡത്തിന് ഞാൻ തിരിച്ചു നൽകുന്നു. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു. എന്ത് പറയണമെന്നറിയില്ല. അടിപൊളി പ്രസന്റേഷൻ. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റ വാക്കിൽ പറഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. ഇനി
ഇത്രയും നല്ല രീതിയിൽ നമുക്ക് പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത നമ്മുടെ ലീഡർക്ക് ടീമിന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് സാർ. അടുത്തത് നമുക്ക് എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ളത് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീരേഖ മാഡമാണ്. ശ്രീരേഖ മാഡം തൃശ്ശൂർ സ്വദേശിയാണ്. അതുപോലെ ഇപ്പൊ സാറ് പറഞ്ഞു ട്രേഡിങ്ങിൽ വളരെ എക്സലന്റ് ആണ്, ഒരു അയൺ ലേഡി കൂടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ശ്രീരേഖ മാഡത്തിനെ സ്ക്രീനിലേക്ക് ക്ഷണിക്കാം. സ്നേഹത്തോടെ ബഹുമാനത്തോടെ വെൽക്കം മാം, താങ്ക് യു പ്ലീസ്. താങ്ക് യു സോ മച്ച്. കമലമേട്ടന്റെ സ്നേഹത്തോടെ സൂമിലേക്ക് ക്ഷണിച്ചു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്റെ പേര് ശ്രീരേഖ എന്നാണ്. ഞാൻ ഇവിടെ തൃശ്ശൂരാണ് സ്ഥലം. ഇപ്പൊ എപെക്സ് ടോക്കണിലോട്ട് വന്നിട്ട് ജസ്റ്റ് ഒരു 3 മാസം ആയതേ ഉള്ളൂ. അപ്പൊ ഈ 3 മാസം കൊണ്ട് ഒരുപാട് നേട്ടങ്ങളാണ് എനിക്കിന്ന് എന്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ എപെക്സ് എന്ന ഈ ഒരു 4 അക്ഷരം എന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. ചുരുക്കി പറയുകയാണെങ്കിൽ എപെക്സ് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പൊള്ളിയാണ്. വേറെ ഒന്നും പറയാനില്ല, പൊള്ളിയാണ് എപെക്സ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണോ, ഇത് അങ്ങോട്ട് ഏറ്റെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. കത്തിച്ചു വിടാം, 100 അങ്ങോട്ട് പടയ്ക്കുക, കണ്ണും പൊട്ടി പടയ്ക്കുക, നിങ്ങൾ വിജയിച്ചിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ടീമിനോട് നിങ്ങൾ പറയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ പറയാ. കട്ടയ്ക്ക് കൂടെ നിൽക്കുക. നമ്മൾ ഒരുമിച്ച് ഒരൊറ്റ ഫാമിലിയാണ്. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ക്യാഷ് ഉണ്ടാക്കുക, എപെക്സിലൂടെ വിജയിക്കുക, ഇത് മാത്രമായിരിക്കും നമ്മുടെ ഫോക്കസ്. അപ്പോ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ നല്ല വിജയങ്ങൾ നേടാൻ തന്നെ പറ്റും. അപ്പൊ അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ. ജസ്റ്റ് ഒരു 3 മാസം കൊണ്ടോ, ആദ്യത്തെ ഒരു മാസം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 20,000 അടുത്ത് കിട്ടിയ ആ സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അടുത്തൊരു മാസം എന്തായാലും ഇതിന്റെ ഡബിള് ഇൻകത്തിലോട്ട് എത്തണം എന്ന്. അതും സാധിച്ചു. ഈ 3 മാസം കൊണ്ട് ഇപ്പൊ 1 ലാഖിന്റെ അടുത്ത് ഇൻകം മേടിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അടുത്തൊരു മാസം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്റെ വിഷൻ ബോർഡിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് 2 ലാഖാണ്. അത് ഞാൻ എന്തായാലും വാങ്ങിച്ചു തന്നെ ഇരിക്കും. അപ്പൊ എനിക്ക് എല്ലാവർക്കും അതേപോലെ ഒരു ഇൻകം വാങ്ങാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ഇതിലേക്ക് വരുന്നേക്കാൾ മുന്നേ ഫിനാൻഷ്യലി ഭയങ്കര ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. ഈ എപെക്സ് എന്റെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഞാനിത് എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കണ കുറെ ആലോചിച്ച് നിന്നു. ഏതാണ്ട് ഒരു 2-3 ആഴ്ചയോളം ആലോചിച്ച് നിന്നു. വേറെ ഒന്നല്ല, എന്റെ ഫുള്ള് ഫോക്കസ് എന്റെ ഫോറക്സ് ട്രേഡിങ്ങിലോട്ടായിരുന്നു. ഞാൻ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ കറൻസികളെല്ലാം ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഫുൾ കോൺസെൻട്രേഷൻ നമുക്ക് ഇതിൽ വേണം. അപ്പൊ നമ്മുടെ ആ സമയത്ത് എനിക്കൊരു കോൾ പോലും വരാൻ പാടില്ല, കോളോ മെസ്സേജോ ഒന്നുമില്ല. അപ്പൊ ഞാനിപ്പോ ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ഇപ്പൊ ഇനി ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ കോൾ ചെയ്യും, അപ്പൊ ഇവർക്ക് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ എനിക്ക് ഇതിലോട്ട് എന്റെ ശ്രദ്ധ പോകും. ഞാനിപ്പോ ഓൾറെഡി ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ടായത് സ്കാൾപ്പിംഗ് ആണ്, സ്കാൾപ്പിംഗ് ട്രേഡാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. ഷോർട്ട് ഇടാ, ഓർഡർ ഇടാ, കിട്ടാ എടുക്കുക, ഓടാ മെത്തേഡാണ്. അപ്പൊ കാര്യം എന്റെ ഒരു ഫണ്ട് അത്രയും കുറവായിരുന്നു. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെറിയ എമൗണ്ട് ഇട്ട് നമുക്ക് ചെയ്യുമ്പോ ഒക്കെ ഫോറക്സ് ട്രേഡിങ് ലോസ് തന്നെയാണ്. ചെറിയ എമൗണ്ട് ഇട്ടൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഒരു 5-10 ലാക്ക് ഇല്ലാതെ, ഏറ്റവും ചുരുങ്ങിയത് ഇല്ലാതെ ഇതിലോട്ട് തിരിഞ്ഞു നോക്കിയേ വേണ്ട. അതാണ് എന്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ഫോറക്സ് ട്രേഡിങ് നല്ല റിസ്ക് ഉള്ള സാധനം തന്നെയാണ്. നമ്മൾ നോക്കി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് വരികയും ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് നല്ലൊരു എമൗണ്ട് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ലോങ് ടൈമിലോട്ട് നമുക്ക് സിഗ്നൽസ് എടുക്കാം, ലോങ് ടൈമിലോട്ട് നമുക്ക് ഓർഡർ എടുക്കാം. 100% പ്രോഫിറ്റ് ആയിരിക്കും. അപ്പൊ ആദ്യത്തെ മാസങ്ങളിൽ 10%, 20%, അതുപോലെ 50% വരെ ഫോറക്സ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നീട് നമുക്ക് ആ ഫണ്ട് പിന്നെ റിട്ടേൺ ചെയ്യേണ്ടി വന്നു. അത് കാരണം പിന്നെ അത് അവിടെ കുറിച്ച് സ്റ്റോപ്പ് ആയി. അപ്പൊ ഇനി നല്ലൊരു എപെക്സിൽ നല്ലൊരു വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഫോറക്സ് ട്രേഡിങ്ങിലോട്ട് തന്നെ വീണ്ടും അതായത് നമുക്ക് ചെറിയ ലോട്ട് സൈസ് ഒക്കെ ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കമ്പനി ചെയ്യുന്നത് ഫോറക്സ് ട്രേഡിംഗ് തന്നെയാണ്. ഗോൾഡിലും ഇൻഡീസിലും അതുപോലെ എല്ലാ ക്രിപ്റ്റോയിലും എല്ലാ കറൻസികളിലും കമ്പനി ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനിക്ക് എന്ന് പറഞ്ഞാൽ ഫണ്ട് എന്നൊരു വിഷയം ഇല്ല. എന്റെ മുന്നിൽ ഫണ്ട് ഒരു വിഷയമായിരുന്നു, കമ്പനിക്ക് അങ്ങനെ ഒരു വിഷയമില്ല. കമ്പനിക്ക് നല്ലൊരു എമൗണ്ട്, നല്ലൊരു ഫണ്ട് കിട്ടുന്നിടത്തോളം കാലം കമ്പനിക്ക് ഒരു ലോസും വരാൻ പോകുന്നില്ല. ഈ ഫോറക്സ് ട്രേഡിങ്ങിലൂടെ തന്നെ നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് കമ്പനിക്കും പറ്റും. അതേപോലെ തന്നെ ഈ കമ്പനി ഇവിടെ എല്ലാ കാര്യവും ഉണ്ടാവും ചെയ്യും. പിന്നെ നമ്മളൊരു കാര്യം ഇപ്പൊ ഈ എപെക്സിലോട്ട് വന്ന് ഇതിലോട്ട് നമ്മൾ ഇൻകം ഏൺ ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് അത് നമ്മുടെ ഉള്ളിലോട്ട് നമ്മള് അങ്ങോട്ട് എന്താ പറയാ കൊത്തിവെക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതില് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിലേ നമുക്ക് എന്തായാലും ഇതില് നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും.
അതിനുവേണ്ടി നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുത്ത് നമ്മൾ ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കണം, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് പറയാറ്. ഞാനും ഈ പവർ ഓഫ് അട്രാക്ഷനിലൊക്കെ ഞാനും വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. നമ്മൾ ഏതൊരു കാര്യം, ഇതെന്നല്ല ഏതൊരു കാര്യം, നമ്മൾ ഊണിലും ഉറക്കത്തിലും നമ്മൾ ഇത് തന്നെയാണ് ചിന്ത, ക്യാഷ് ഉണ്ടാക്കണം, ഇതിലൂടെ നമുക്ക് വിജയിക്കണം. അത് നമ്മൾ അങ്ങോട്ട് ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു സ്വപ്നത്തെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നമുക്ക് ഇതിലൂടെ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. അത്രയും നല്ല സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ ആണ് നമ്മുടെ അപെക്സിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ നല്ലൊരു എന്താ പറയാ ഏണിങ്സ് ഉണ്ടാക്കാൻ എല്ലാവർക്കും സാധിക്കും. പിന്നെ എനിക്ക് കൂടുതൽ പറയാനൊന്നും അറിയില്ല. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പൊ എല്ലാവരും ഇതങ്ങോട്ട് ഏറ്റെടുക്കുക, എല്ലാവരും നല്ല കട്ടയ്ക്ക് അങ്ങോട്ട് പ്രൊമോഷൻ ചെയ്യുക. എല്ലാവരും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു റംല മാം. യെസ്, താങ്ക് യു മാം, താങ്ക്സ് അലോട്ട്. അപ്പൊ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് മാമിന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടിയത്. നമ്മളുടെ സമയം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നമുക്ക് വേണേൽ സ്പെൻഡ് ചെയ്യാം. ആർക്കും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ആർക്കും ഒരു സംശയമൊന്നും ഇല്ല. കാരണം എല്ലാ സംശയങ്ങളും നജാബ് സാറ് നമുക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മാം ആണെങ്കിൽ ട്രേഡിങ്ങില് എക്സലന്റ് ആണ്. അപ്പൊ മാമിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ GRDയുടെ വകയിലും എൻ്റെ സ്വന്തം പേരിലും മാമിന് ഒരുപാട് താങ്ക്സ് അലോട്ട്. താങ്ക് യു മാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ സൂം മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. താങ്ക്സ് അലോട്ട്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.